ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാശ്മീർ അശാന്തിയുടെ താഴ്വരയായി മാറുന്നു. കുറച്ചു കാലത്തോളം കാശ്മീർ വളരെ ശാന്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ തലപൊക്കി തുടങ്ങി. പാകിസ്ഥാൻ മിലിറ്ററിയുടെ സഹായത്തോടു കൂടി വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള 55ഓളം ടെററിസ്റ്റുകൾ പാകിസ്ഥാനിൽ നിന്നും കാശ്മീരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒക്യുപ്പൈ ചെയ്ത് അവിടുത്തെ ലോക്കൽസ് തദ്ദേശീയരായിട്ടുള്ള കാശ്മീരി ജനതയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ തഴച്ചു വളർന്നു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങളും കാര്യങ്ങളും ഉണ്ട്. ലോക്കലായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി അവർക്ക് വഴങ്ങാതിരുന്ന ഒരു യുവാവിനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, വളരെ ക്രൂരമാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായി വരുന്നതുകൊണ്ടാണ് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തത്. വളരെ ക്രൂരമായിട്ടാണ് അയാളെ മർദ്ദിക്കുന്നത്. അപ്പം ലോക്കൽസ് ഇവർക്ക് വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇവരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് 500 പാരാ കമാൻഡോസിനെ കാശ്മീരിലാകെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സ്നൈപ്പറുകൾ ഉപയോഗിച്ച് ഈ ടെററിസ്റ്റുകളെ വേട്ടയാടാൻ തുടങ്ങി എന്നാണ് അറിയുന്നത്. 6ഓളം ഹൈലി മീൻസ് വിലയിട്ടിരുന്ന, അതായത് ഹൈലി നൊട്ടോറിയസ് ആയിട്ടിരുന്ന 6 തീവ്രവാദികളെ ഇന്ത്യൻ പാരാ കമാൻഡോസ് ഇതുവരെ വകവരുത്തിയിട്ടുണ്ട് എന്നും പുറത്തേക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് നേരത്തെ 4 പേരെ വധിച്ചിരുന്നു, പിന്നെ അതിനുശേഷം 2 പേരെ കൂടി വധിച്ചു. ആ 4 പേരുടെ പിക്ചർ, 6 പേരുടെ രേഖാചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതെൻ്റെ ഇവിടെ മിസ്സായിപ്പോയി, ഫയലിനകത്ത് മിസ്സായി പോയാൽ 4 പേരുടെ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ കാശ്മീരിൽ പാരാ കമാൻഡോസ് ഇറങ്ങി വേട്ട തുടങ്ങിയിട്ടുണ്ട്. ഇത് എപ്പോഴത്തേക്ക് തീരും എന്നറിയില്ല. ഈ പാകിസ്ഥാൻ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് UN ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു വാദം ഉയർന്നു വരുന്നുണ്ട്. പാകിസ്ഥാനിലും ഇതുപോലെ സമാനമായിട്ടുള്ള പ്രശ്നം ബലൂചിസ്ഥാൻ ഏരിയയിൽ നിന്നും പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. അവിടെ നിന്ന് ടെററിസ്റ്റുകൾ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബലൂച്ച് ഏരിയയിൽ നടക്കുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് അവിടുത്തെ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ കാശ്മീരിൽ ഒക്യുപ്പൈ ചെയ്ത 55ഓളം ടെററിസ്റ്റുകളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 500 പാരാ കമാൻഡോസിനെ വിന്യസിച്ചിട്ടുണ്ട്. അവർ സ്നൈപ്പറുകൾ ഉപയോഗിച്ച് അവരുടെ പണി തുടങ്ങിയിട്ടുണ്ടും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ ഇന്നലത്തെ ഒരു സംഭവത്തിന് ശേഷം ജിയോ പൊളിറ്റിക്സ് കുറച്ച് ഡീപ്പായിട്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമ്മളുടെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തോ നമ്മുടെ മീഡിയാസ് ഒന്നും കാണുന്നില്ല. അതോ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ കണക്കാക്കുന്നതാണോ, കാര്യമൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഞാനിങ്ങനെ കണ്ട കാര്യങ്ങൾ എടുത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ.